ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ കൊച്ചു ചാനൽ. അങ്ങനെ ഇന്ന് നമുക്ക് നല്ല 3 ചെമ്പല്ലി കിട്ടിയായിരുന്നു, നല്ല ഫ്രഷ് മീൻ. അപ്പോൾ അത് കിട്ടിയപ്പോഴേ നമ്മൾ വിചാരിച്ചെങ്കിൽ അതിനൊന്ന് ഗ്രില്ല് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്പല്ലി ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെമ്പല്ലിയൊക്കെ എല്ലാം വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിനാദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർക്കോൾ കത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാർക്കോൾ കത്തിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ചിക്കനൊക്കെ മാറ്റി ഫിഷാണ്. അപ്പോൾ ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഫിഷ് എല്ലാമൊക്കെ വൃത്തിയാക്കി മസാല എല്ലാം തേച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കസൂരി മേത്തി, ചാട്ട് മസാല, തൈര്, നാരങ്ങ നീര്, ഉപ്പ്, ഇത്രയാണ് നമ്മളതിൽ തേച്ച് പിടിപ്പിച്ചിരുന്നത്. നമ്മളതൊരു ഏകദേശം ഒരു 3-4 മണിക്കൂറായിട്ടുണ്ടാവും തേച്ച് വെച്ചിട്ട്. അപ്പോൾ അവിടെ നമ്മൾ കനലെല്ലാം ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ചൂടാൻ വേണ്ടിയിട്ട് അതിൻ്റെ നെറ്റിലോട്ട് മാറ്റാം. രണ്ടെണ്ണം വയ്ക്കാൻ പറ്റുമോ? രണ്ടെണ്ണം വെച്ചാലോ? രണ്ടെണ്ണം വയ്ക്കാല്ലേ? ചെറുത് രണ്ടെണ്ണം ആദ്യം വയ്ക്കും. അപ്പൊ ചാർക്കോളൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടോ. ഞാൻ കയ്യായിട്ട് ചാർക്കോൾ എടുത്തില്ല. ചാർക്കോളെല്ലാം കത്തി റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പം ചാർക്കോൾ എടുത്ത് ഞാൻ അതിലോട്ട് തട്ടാൻ പോകും. ചാർക്കോൾ കത്തിക്കാൻ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടേ നല്ല എളുപ്പമാണ്. എല്ലാം പെട്ടെന്ന് കത്തിക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് അതിലോട്ട് ഫിഷ് എടുത്ത് വയ്ക്കാം. ഇത് നമുക്ക് ചിക്കൻ വയ്ക്കുന്നതിന്റെ പകുതി സമയം കൊണ്ടാണ് പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. നല്ല കനലും കിടക്കുകയാണ്. എത്ര നേരം എടുക്കും കേട്ടോ റെഡിയാവും? ഇത് റെഡിയാവുന്ന വളരെ പെട്ടെന്ന് റെഡിയാവും. കാരണം ഇത് നമ്മൾ കൂടെ മറച്ച് വയ്ക്കണം. ചിക്കൻ നമ്മൾ വെക്കുന്ന അത്രയും സമയം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു. നല്ല ചൂടടിക്കുകയാണ്. ഇപ്പൊ തന്നെ ഏകദേശം നമ്മൾ ആ തേച്ച മസാല എല്ലാം അവിടെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് മറച്ച് വയ്ക്കാം. വേണ്ട, മസാല ഫുള്ള് ഡ്രൈ ആയതുണ്ട്. അപ്പൊ നമുക്കിനി അതിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നാരങ്ങ നീര്, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയായിട്ടാണ് മിക്സ്. ഇതൊന്നും അതിൻ്റെ പുറത്തോട്ട് തേച്ച് കൊടുക്കണം. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ അപ്പുറം നല്ല ഡ്രൈ ആവും. അപ്പോൾ വീണ്ടും മറച്ച് വെച്ചിട്ട് അപ്പുറം സൈഡ് ഇതുപോലെ തേച്ച് കൊടുക്കണം. നമ്മളിനി അത് നേരെ മറച്ച് വെക്കണേ. അപ്പുറം സൈഡ് ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടാ, ഇത് അത്ര ചൂടുണ്ട് കനലില്ലേ. ഇത് പെട്ടെന്ന് റെഡിയാവും. പെട്ടെന്ന് റെഡിയാവും. ആ ചിക്കൻ ചുടുന്നതിൻ്റെ പകുതി സമയം പോലും വേണ്ട. അതുകൊണ്ടാ ചിക്കൻ ആണെങ്കിൽ അരമണിക്കൂർ എടുക്കും. എടുക്കും. ഇത് എത്ര സമയം വേണ്ട? 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും സാധനം. പക്ഷേ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറിച്ചും തിരിച്ചും വെച്ചു കൊടുക്കണം. ഇല്ലേ കരിഞ്ഞു. എന്നുവെച്ചാൽ നല്ല കനൽ കിടക്കുകയാണ്.
ഈ പൊരിച്ചൊക്കെ തിന്നതിനെക്കാട്ടും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇങ്ങനെ ചുക്ക് തന്നെയാണ്. വേറെ എണ്ണയുടെ അംശ കാര്യങ്ങളൊന്നും വരത്തില്ല. അതുപോലെ ഇറച്ചിയെക്കാട്ടിയും ഇതുപോലുള്ള മീൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഹെൽത്തി ഫുഡാണ്. ഹെൽത്തി ഫുഡ്. ഇപ്പം അപ്പുറ സൈഡ് നല്ല ഡ്രൈ ഉണ്ട്. ഇപ്പം നമുക്ക് മറിച്ച് വെച്ചെടുക്കുന്നുണ്ട്. ആ സൈഡിലെ നിറമെല്ലാം മാറിക്കളയും. കനല് കണ്ട് മീനിന്റെ കണ്ണൊക്കെ തള്ളി കണ്ട, കണ്ണൊക്കെ വെളിയിൽ വന്നു മീൻ്റെ. ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം. അതെന്തായാലും കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഫിഷെല്ലാം റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാം. എടുത്തിട്ട് നമുക്കത് പ്ലേറ്റിലോട്ട് തട്ടിയിടാം. ഗ്രില്ലൊക്കെ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തിട്ട് ഗ്രില്ല് ഓപ്പൺ ചെയ്യുമ്പം ശ്രദ്ധിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ കണ്ട് ഫുള്ളായിട്ട് ഇതിൽ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പിച്ചാത്തി ഉണ്ടെന്ന് ഇതിങ്ങനെ അതിൽ നിന്ന് ഇളക്കണം ആദ്യം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് അതിൽ പിടിച്ചിരിക്കും. ഇങ്ങനെ ഫുള്ള് ഇളക്കിയിട്ടേ ഓപ്പൺ ചെയ്യാവൂ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഈ ഗ്രില്ലിൽ നിന്ന് ഇതുപോലെ മീനെ പിടിച്ചെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അതിലോട്ടെങ്കിൽ പിടിച്ചു വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ട, ഇനി നമുക്ക് മീനെ ഇതിലോട്ട് തട്ടണം. അപ്പോൾ അതിനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് മീനെ കണ്ട ഇങ്ങനെ വെച്ചിട്ട് നേരെ തലതിരിക്കുക. ഇത് സൂക്ഷിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നേരെ തറയിൽ പോകും. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രം സൂക്ഷിക്കണം. അപ്പോഴേ നമുക്ക് ഇനി ഒരു മീനുകൾ വയ്ക്കാനുണ്ട്. എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ കണ്ടിട്ട് ഇവിടെ കളഞ്ഞിട്ട് പോകാൻ തോന്നില്ല. അതുകൊണ്ട് തിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടുത്ത് വയ്ക്കാം. കനലവിടെ കിടന്ന് അണഞ്ഞു പോകുന്നു. കണ്ട, നല്ല ഫ്രഷ് ചെമ്പല്ലിയാണ്. സൂപ്പർ. മീനൊക്കെ ചുട്ട് കഴിഞ്ഞാൽ ഈ ചൂടോടെ തന്നെ തിന്നണം, എങ്കിലേ നല്ല ടേസ്റ്റ് വയ്ക്കുള്ളൂ. ഇത് തണുത്തിട്ട് തിന്നിട്ട് കാര്യമില്ല. അപ്പം ഇത്രയും ചൂടോടെ തിന്നണ്ട, പല്ല് പോവും. അത് പോയി. എൻ്റെ പിന്നിൽ ഒരാളൊന്ന് കൊതിവിടെയാണ് കഴിക്കാൻ പറയാം. ചൂടാ ഇപ്പം അതൊക്കെ തിന്നാൽ തണുത്തിട്ട് തിന്നാൽ മതി. ഒന്നും പറയാൻ വാക്കുകളില്ലേ? പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് കൊള്ളാം. അത്രയും കൊള്ളാം. ചിക്കനേക്കാളും കൊള്ളാം. ചിക്കനേക്കാളും കൊള്ളാം. കണ്ട എൻ്റെ കളറായ കണ്ട, നല്ല ഫ്രഷ് മീനാണെങ്കിലേ നമുക്കിങ്ങനെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. സൂപ്പർ തന്നെ, അടിപൊളി അടിപൊളി. ആ അപ്പോഴേ ഒരു കാര്യം ചെയ്യാം, അടുത്ത മീൻ ഇനി കനലിൽ കിടണം, അല്ലെങ്കിൽ കനൽ അനയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബഡാ ഫിഷ്. പിന്നെ നമ്മുടെ ഇന്ന് ഗ്രില്ല് ചെയ്യാം. ഇതായിരിക്കാം ഇതെനിക്ക്. അങ്ങനെ നമ്മുടെ അടുത്ത ഫിഷും ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനിപ്പം ആ ഗ്രില്ലിൻ്റെ മെഷീന്ന് നമുക്കത് ഇളക്കിയെടുക്കാം. ഈ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ ആ മീനിൻ്റെ സൈഡ് കംപ്ലീറ്റ് അതിലോട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഇളക്കിയിട്ടേ ഇങ്ങനെ തിരിക്കാവുള്ളൂ. മീനിൻ്റെ കണ്ണ കണ്ട തള്ളിയിരിക്കുന്ന കണ്ണ് തള്ളിയ ചെമ്പല്ലിയാണ്. ഓക്കെ,
അങ്ങനെ അതൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ഒരു പീസ് ഇടുന്നത് നമ്മൾ മറിക്കുമ്പോൾ അല്ലെങ്കിൽ തറയിൽ പോകും. അത് ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഇതുപോലെ മറിക്കുന്നു. ഇത് ശ്രദ്ധിച്ച് ചെയ്യാനുള്ള പണിയാണ്. നേരെ ഇതിൻ്റെ പാത്രത്തിലോട്ട് പിടിക്കുന്നു, കമത്തുന്നു. കണ്ട, ഈ ഒരു കാര്യം നല്ല ശ്രദ്ധയോടെ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ തറയിനടുത്ത് തിന്നേണ്ടി വരും. അങ്ങനെ അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുകയാണ്. കണ്ട, മാംസം കണ്ട, സൂപ്പറായിട്ടിരിക്കുന്നു. ഭയങ്കര ചൂട് കേട്ടോ. വേണ്ട, ഇതായിരുന്നു നമ്മൾ 3 മീനാച്ചുള്ള ഏറ്റവും വലിയ മീൻ. അടിപൊളി തന്നെ. ഇതൊക്കെ വീട്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവും. എന്താ എന്ത് നല്ല മീറ്റ് നോക്കണം. അടിപൊളി. ഇത് ഇങ്ങനെ ചുട്ട് തിന്നാന്ന് പറഞ്ഞാൽ വേറെ ഒന്നും എന്നോട് വേണ്ട, ഇത് മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.